നൽകുന്നത് പോലെ സാവധാനം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. ദൈവത്തിലേക്കുള്ള പ്രണയപാത. സൂഫികളുടെ ലോകം. മനുഷ്യൻ പദവികൾക്കും പണത്തിനും പിന്നാലെ പായുന്ന ഒരു ലോകത്ത് ഉള്ളിലേക്ക് നോക്കാൻ പഠിപ്പിച്ചവരാണ് സൂഫികൾ. സാധാരണ മനുഷ്യർ മതത്തെ നിയമങ്ങളുടെയും നിബന്ധനകളുടെയും ഒരു ചട്ടക്കൂടായി കാണുമ്പോൾ സൂഫികൾ അതിനെ ദൈവത്തോടുള്ള അടങ്ങാത്ത പ്രണയമായിട്ടാണ് കാണുന്നത്. ഈയൊരു വ്യത്യാസമാണ് അവരെ ലോകത്തിന് മുന്നിൽ വേറിട്ട് നിർത്തുന്നത്. നിശബ്ദതയിലെ സംഗീതമാളുകൾ സാധാരണയായി സൂഫികളെ കാണുന്നത് വെളുത്ത വസ്ത്രമണിഞ്ഞ് ഒരു പ്രത്യേക താളത്തിൽ കറങ്ങി സൂഫി വേർലിംഗ് പ്രാർത്ഥിക്കുന്നവരായിട്ടാണ്. എന്നാൽ ഈ കറക്കം വെറുമൊരു നൃത്തമല്ല. പ്രപഞ്ചത്തിലെ ഓരോ അണുവും സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യത്തെ തങ്ങളുടെ ശരീരത്തിലേക്ക് പകർത്തുകയാണവർ. ലോകം മുഴുവൻ ബഹളമയമാകുമ്പോൾ സൂഫികൾ സ്വന്തം മനസ്സിനുള്ളിലെ നിശബ്ദതയിൽ ദൈവത്തിന്റെ സംഗീതം കേൾക്കുന്നു. അഹങ്കാരമെന്ന വസ്ത്രം അഴിച്ചുവെച്ച് താൻ ഒന്നുമല്ലെന്നും എല്ലാം അവനാണെന്നുമുള്ള തിരിച്ചറിവിലേക്ക് അവർ നടന്നു കയറുന്നു. മതത്തിനപ്പുറത്തെ സ്നേഹം. മതത്തെ പലരും വിഭാഗീയതയായി കാണുമ്പോൾ സൂഫികൾ അതിനെ ഏകത്വമായിട്ടാണ്, യൂണിറ്റി കാണുന്നത്. ഒരു സൂഫിക്ക് പള്ളിയും ക്ഷേത്രവും ചർച്ചും ഒരേപോലെ പ്രിയപ്പെട്ടതാകുന്നത് അവിടെയെല്ലാം അവർ കാണുന്നത് ഒരേ ദൈവത്തിന്റെ പ്രകാശത്തെയാണ് എന്നതുകൊണ്ടാണ്. നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദൈവത്തെ സ്നേഹിക്കാനാവില്ല എന്ന ലളിതമായ പാഠമാണ് അവർ ലോകത്തിന് നൽകുന്നത്. ഈ വിശ്വസാഹോദര്യമാണ് മറ്റുള്ളവരിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കുന്നത്. ത്യാഗവും ലാളിത്യവും ആഡംബരങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവരോട് ഒന്നുമില്ലാത്തതിലാണ് യഥാർത്ഥ സന്തോഷമെന്ന് അവർ തങ്ങളുടെ ജീവിതം കൊണ്ട് കാണിച്ചു തരുന്നു. ഒരു സൂഫി ഫക്കീറിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം ഒരു സത്രം മാത്രമാണ്. അവർക്ക് വലിയ വീടുകളോ സമ്പത്തോ ആവശ്യമില്ല. ഹൃദയത്തിൽ ദൈവമുണ്ടെങ്കിൽ പിന്നെ മറ്റെന്തിനാണ് കുറവുള്ളത്? ഈയൊരു നിസ്സംഗത, ഡിറ്റാച്ച്മെന്റ് സാധാരണക്കാർക്ക് പലപ്പോഴും അത്ഭുതമാണ്. എല്ലാം ഉണ്ടായിട്ടും സമാധാനമില്ലാത്തവർക്ക് മുന്നിൽ ഒന്നുമില്ലാതെ പുഞ്ചിരിക്കുന്ന സൂഫി ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുന്നു. അറിവിനേക്കാൾ അനുഭവം. പുസ്തകങ്ങൾ വായിച്ചു കിട്ടുന്ന അറിവിനേക്കാൾ അനുഭവിച്ചറിയുന്ന സത്യത്തിനാണ് സൂഫികൾ മുൻഗണന നൽകുന്നത്. റൂമിയെയും ഹാഫിസിനെയും പോലുള്ള മഹത്തുക്കൾ കവിതകളിലൂടെ പറഞ്ഞത് അറിവിനെക്കുറിച്ചല്ല, മറിച്ച് അനുഭവങ്ങളെക്കുറിച്ചാണ്. ദൈവത്തെ ഒരു യജമാനനായിട്ടല്ല, മറിച്ച് പ്രിയപ്പെട്ടവനായി, ബിലവ്ഡ്, അവർ കണ്ടു. അതുകൊണ്ട് തന്നെ അവരുടെ ആരാധനയിൽ ഭയമില്ല, പകരം ഭ്രാന്തമായ പ്രണയം മാത്രമാണുള്ളത്. ഈ പ്രണയമാണ് അവരെക്കൊണ്ട് കവിതകൾ പാടിക്കുകയും മരുഭൂമിയിൽ നൃത്തം ചെയ്യിക്കുകയും ചെയ്തത്. സമാധാനത്തിന്റെ വഴി. യുദ്ധങ്ങളും തർക്കങ്ങളും നിറഞ്ഞ ചരിത്രത്തിൽ സമാധാനത്തിന്റെ തണൽ വിരിക്കാനാണ് സൂഫികൾ ശ്രമിച്ചത്. അവർ ആയുധമെടുത്തത് തങ്ങളുടെ തന്നെ ഉള്ളിലെ തിന്മകളോടും അഹങ്കാരത്തോടുമാണ്. ഈ ആത്മീയ സമരം, ഗ്രേറ്റർ ജിഹാദ്, അവരെ കൂടുതൽ കരുണയുള്ളവരാക്കി. ശത്രുവിനെ പോലും സ്നേഹം കൊണ്ട് കീഴടക്കാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു. ചുരുക്കത്തിൽ, ലോകം പുറമെയുള്ള കാഴ്ചകളിൽ ശ്രദ്ധിക്കുമ്പോൾ സൂഫികൾ ഉള്ളിലെ വെളിച്ചത്തെ തിരയുന്നു. നിയമങ്ങൾക്കപ്പുറം ഹൃദയത്തിന്റെ ഭാഷ സംസാരിക്കുന്നു. മതം എന്നത് ഭയപ്പെടാനുള്ള ഒന്നല്ല, മറിച്ച് സ്നേഹിച്ചു തീർക്കാനുള്ള ഒന്നാണെന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നും ആളുകൾ സൂഫി സംഗീതത്തിലേക്കും കവിതകളിലേക്കും ആകർഷിക്കപ്പെടുന്നത് ഈ തിരക്ക് പിടിച്ച ലോകത്ത് നഷ്ടപ്പെട്ടു പോയ ആ ശാന്തിയും സ്നേഹവും അവിടെ അനുഭവിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. സൂഫികളുടെ ദർശനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ിലേക്ക് ഒരു യാത്ര. സൂഫികൾ ബാഹ്യമായ ലോകത്തേക്കാൾ ആന്തരിക ലോകത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ യാത്ര അവസാനിക്കുന്നത് ഞാൻ എന്ന ഭാവം ഇല്ലാതാകുന്നിടത്താണ്. ഇതിനെ അവർ ഫന എന്ന് വിളിക്കുന്നു. ഒരു തുള്ളി വെള്ളം കടലിൽ ചെന്ന് ചേരുമ്പോൾ അത് കടലായി മാറുന്നത് പോലെ തന്റെ അഹങ്കാരമില്ലാതാക്കി ദൈവത്തിന്റെ പ്രകാശത്തിൽ അലിഞ്ഞു ചേരുന്ന അവസ്ഥയാണിത്. വാക്കുകളില്ലാത്ത പ്രാർത്ഥന നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും ചോദിക്കാനാണ്, സമ്പത്തിനു വേണ്ടിയോ സമാധാനത്തിനു വേണ്ടിയോ. എന്നാൽ ഒരു സൂഫി പ്രാർത്ഥിക്കുന്നത് ഒന്നും ചോദിക്കാനല്ല, പകരം തന്നെ സമർപ്പിക്കാനാണ്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രിയപ്പെട്ടവന്റെ സാമീപ്യം മാത്രം മതി, മറ്റൊന്നും വേണ്ട. ഈ നിരുപാധികമായ സ്നേഹമാണ് അവരെ സാധാരണ ഭക്തരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. അവരുടെ മൗനത്തിൽ പോലും 1000 വാല്യം പുസ്തകങ്ങളെക്കാൾ വലിയ അറിവുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. കവിതയും പ്രണയവും. സൂഫി വഴികളിൽ കലയും ആത്മീയതയും ഒന്നിച്ചു ചേരുന്നു. ജലാലുദ്ദീൻ റൂമി തന്റെ പ്രിയ സുഹൃത്തായ ഷംസ് തബ്രീസിയെ തിരഞ്ഞുള്ള യാത്രയിലാണ് ലോകം കണ്ട ഏറ്റവും മനോഹരമായ പ്രണയ കവിതകൾ രചിച്ചത്. ആ കവിതകളിൽ ദൈവത്തെ അവർ വിളിക്കുന്നത് ദോസ്ത്, സുഹൃത്ത് എന്നാണ്. ആ കൗതുകകരമായ സൗഹൃദം അവരെ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളോടും കരുണയുള്ളവരാക്കി മാറ്റി. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാൻ കഴിയാത്ത വിധം അത്രമേൽ ആർദ്രമാണ് ഒരു സൂഫിയുടെ ഹൃദയം. സേവനത്തിന്റെ പാത. സൂഫികൾ കാട്ടിൽ പോയി തപസ് ചെയ്യുന്നവരല്ല, മറിച്ച് ജനങ്ങൾക്കിടയിൽ ജീവിച്ച് അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നവരാണ്. വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതും വേദനിക്കുന്നവനെ ആശ്വസിപ്പിക്കുന്നതും വലിയ ആരാധനയായി അവർ കാണുന്നു. അവരുടെ ഖാൻഗാഹുകൾ, സൂഫി മഠങ്ങൾ എപ്പോഴും ദരിദ്രർക്കും ആലംബഹീനർക്കും തുറന്നിട്ടിരുന്നു. ജാതിയോ മതമോ നോക്കാതെ എല്ലാവർക്കും അവിടെ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാമായിരുന്നു. ഈ സമത്വബോധമാണ് ലോകമെമ്പാടുമുള്ള ആളുകളെ ഇന്നും സൂഫി കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. അവസാനിക്കാത്ത തിരച്ചിൽ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. സൂഫിസം എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല,
മറിച്ച് മരണം വരെ നീളുന്ന ഒരു യാത്രയാണ്. തന്റെ ഉള്ളിലെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക എന്ന ദൗത്യമാണത്. ആളുകൾ അവരെ വേറിട്ട് കാണുന്നത് അവരുടെ അറിവ് കൊണ്ടല്ല, മറിച്ച് ആ അറിവ് അവർ ജീവിതത്തിൽ പകർത്തുന്നത് കണ്ടിട്ടാണ്. ആ പുഞ്ചിരിയിൽ, ആ ലാളിത്യത്തിൽ, ആ വെളുത്ത വസ്ത്രത്തിന്റെ പരിശുദ്ധിയിൽ ഒളിഞ്ഞിരിക്കുന്നത് പൊരുത്തപ്പെടലിന്റെയും സമാധാനത്തിന്റെയും വലിയൊരു ലോകമാണ്. ഇനിയും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പിന്തുണയും ഞങ്ങൾക്ക് വലിയൊരു കരുത്താണ്. അതുകൊണ്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നന്ദി.